നമ്മുടെ മുന്നിലുള്ള ഈ പന കാണുമ്പോൾ ഒരു മരുഭൂമിയാണ് ഓർമ്മ വരുന്നത് അല്ലേ? അപ്പൊ മരുഭൂമി എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? രാജസ്ഥാൻ. രാജസ്ഥാനിലെ വിശേഷങ്ങളിലേക്കാണ് ഇനി നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് നേരെ പോകുന്നത് അല്ലേ സേതേട്ടാ? അതെ അതെ. ആര്യ രാജസ്ഥാനിലേക്ക് പോയിട്ടുണ്ടോ? ഉണ്ട്. എനിക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് രാജസ്ഥാൻ. നമ്മുടെ ഓഫീസിലുള്ള ഗോപിക ഇതുപോലെ വലിയ ആഗ്രഹിച്ച് രാജസ്ഥാനിലേക്ക് പോയതൊക്കെയാണ്. അപ്പം ഗോപിക രാജസ്ഥാനിൽ ഇങ്ങനെ ഓടി നടന്ന അവിടുത്തെ ഒരുപാട് കാഴ്ചകളും കൗതുകങ്ങളും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് രാജസ്ഥാൻ. കണ്ടാലും തീരാത്തത്ര കാഴ്ചകളാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഗോപിക സുരേഷ് രാജസ്ഥാനിൽ പോയത് മുതൽ രാജസ്ഥാനിലെ ഓരോ സിറ്റികളുടെയും സ്ഥലങ്ങളുടെയും ഗ്രാമത്തിന്റെയും ഒക്കെ കാഴ്ചകൾ നമ്മൾ ന്യൂസ് 18 പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഗോപിക സുരേഷ് നമുക്ക് ഏത് സ്ഥലത്തിന്റെ വിശേഷങ്ങളാണ് പങ്കുവെച്ച് നൽകുന്നത്? ഓക്കെ, അപ്പോ ജയ്സാൽമറിന്റെ വിശേഷങ്ങളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഞങ്ങളങ്ങനെ ജീപ്പ് സഫാരിക്ക് പോവാണ്. ജയ്സാൽമീറിലെ മരുഭൂമിയിലാണുള്ളത്. നിരവധി പേരാണ്, നിരവധി വിദേശികളടക്കം നിരവധി സഞ്ചാരികളാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ, പുറകിലൊക്കെ ഒരുപാട് പേര് ക്യാമൽ സഫാരിക്കും ജീപ്പ് സഫാരിക്കും ഒക്കെ വേണ്ടിയിട്ട് എത്തുന്നുണ്ട്. അങ്ങനെ ക്യാമൽ സഫാരി കഴിഞ്ഞിരിക്കുകയാണ്. ഒട്ടകപ്പുറത്ത് തന്നെയാണ് ഉള്ളത്. ഇറങ്ങാൻ തോന്നുന്നില്ല. ഇത് ഇറങ്ങുമ്പോൾ കുറച്ച് സൂക്ഷിക്കണം. അതിനുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അവർ തന്നെ പറഞ്ഞുതരും നമുക്ക്. കണ്ടോ, അത്ര പൊക്കത്തിൽ നിന്നാണ് നമ്മൾ താഴേക്ക് ഇറങ്ങേണ്ടത്. ക്യാമൽ സഫാരി ഒക്കെ കഴിഞ്ഞു കേട്ടോ. നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. ഈ ക്യാമലിന്റെ പുറത്താണ് നമ്മൾ പോയത്. ഒരുപാട് പേരുണ്ട് ഇവിടെ. ക്യാമൽ സഫാരിക്കും മറ്റുമായി എത്തിയിരിക്കുന്ന ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി പേരാണ് ഉള്ളത്. ഭയങ്കര വലിയ എക്സ്പീരിയൻസ് തന്നെയാണ്. വന്നിട്ടില്ലാത്തവരൊക്കെ തന്നെ മരുഭൂമിയിൽ വരിക. ഇത് ഒരിക്കലെങ്കിലും ഒന്ന് ക്യാമൽ സഫാരിയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുക. ജീപ്പ് സഫാരി ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള റൈഡുകളുണ്ട്. കണ്ടോ, ഒരുപാട് പേര് വിദേശികളും സ്വദേശികളും അടക്കം നിരവധി പേരാണ് ഈ രാജസ്ഥാൻ മരുഭൂമികളിലേക്ക് എത്തുന്നത്. ഭയങ്കര ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ വന്നിട്ടില്ലാത്തവരെല്ലാം രാജസ്ഥാനിലെ മരുഭൂമികളിലേക്ക് വരിക. ഒരിക്കലെങ്കിലും ജീപ്പ് സഫാരിയും ക്യാമൽ സഫാരിയും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യുക. ഗോപിക അവിടെ ആസ്വദിക്കുകയാണെന്ന് തോന്നുന്നു. അതെ. ഒരു ലൈഫ് ടൈം മെമ്മറീസ് ഒക്കെ അവിടുന്ന് നേടിയിട്ടാണ് വരുന്നത് എന്നൊക്കെയാണ് ഗോപിക സുരേഷ് പറയുന്നത്. എന്തായാലും തത്സമയ വിശേഷങ്ങളുമായി രാജസ്ഥാനിൽ നിന്ന് നമുക്കൊപ്പം പ്രഭാത കേരളത്തിൽ ഗോപിക സുരേഷ് ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ഗോപിക. ഗോപിക, രാജസ്ഥാനിലെ കാഴ്ചകൾ ഓരോ ദിവസമായി ഇങ്ങ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ പ്ലാനുകൾ എങ്ങനെയാണ്? കഴിഞ്ഞ ദിവസം യാത്ര എങ്ങനെയായിരുന്നു? ഒപ്പം തന്നെ അവിടെ ഓക്കെ ഗോപിക, എങ്ങനെയുണ്ട് രാജസ്ഥാനിലെ യാത്രകൾ? ഇന്നത്തെ പ്ലാന്, ഇനി അങ്ങോട്ടുള്ള ഷെഡ്യൂൾ അതെങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? ഗുഡ് മോർണിംഗ്. ഉത്തരേന്ത്യയിലെ അതിശൈത്യം എങ്ങനെയാണെന്ന് അക്ഷരാർത്ഥത്തിൽ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ. നിങ്ങളവിടെ 26 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ നിൽക്കുമ്പോൾ ഞാനിവിടെ 6 ഡിഗ്രി സെൽഷ്യസിലാണ് നിൽക്കുന്നത്. അതിശൈത്യമാണിവിടെ. ഞാനുള്ളത് രാജസ്ഥാനിലെ ജയ്സാൽമീർ മരുഭൂമിയാണ് രാജസ്ഥാനിലെ. ജയ്സാൽമീറിൽ നിന്ന് പോലും 45 കിലോമീറ്റർ അകലെയുള്ള കനോയി എന്ന് പറയുന്ന സ്ഥലത്താണ്
ഞാനുള്ളത്. അതായത് ശരിക്കും മരുഭൂമി പ്രദേശം. നേരത്തെ നിങ്ങൾ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ ക്യാമൽ സഫാരിക്കും ജീപ്പ് സഫാരിക്കും ഒക്കെ പോയിരുന്നു. അതൊരു മെമ്മറബിൾ എക്സ്പീരിയൻസ് തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ക്യാമൽ സഫാരിയും ജീപ്പ് സഫാരിയും ഒക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ്. നമ്മൾ ഈ ആനന്ദിൻ്റെയും ബെന്യാമിൻ്റെയും എഴുത്തുകളിലൂടെയൊക്കെയാണ് നമ്മൾ ഈ മരുഭൂമിയെക്കുറിച്ച് അറിഞ്ഞിട്ടുള്ളത്, കേട്ടിട്ടുള്ളത്. പക്ഷേ നമ്മളത് നേരിട്ട് വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ഇവിടുത്തെ ജീവിതങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. ഇന്ത്യയുടെ ഗ്രാമങ്ങളിലൂടെ നടന്ന് ശരിക്കും ഇന്ത്യയെ അറിയണം. ഈ ജയ്സാൽമീറിൽ തന്നെ 94ഓളം ഗ്രാമങ്ങൾ ഉണ്ട് എന്നാണ് അറിയുന്നത്. ശരിക്കും ജയ്സാൽമീർ ഗോൾഡൻ സിറ്റിയാണ്. ഞങ്ങൾ ജയ്പൂരിൽ നിന്ന് നേരെ ജയ്സാൽമീറിലേക്കാണ് വന്നത്. ജയ്പൂർ പിങ്ക് സിറ്റി ആണെങ്കിൽ ജയ്സാൽമീർ ഗോൾഡൻ സിറ്റിയാണ്. നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെ ഒരു ഗോൾഡൻ കളറാണ് ഈ സിറ്റിക്ക്. നമ്മൾ നേരത്തെ ഹവാമഹലൊക്കെ ഉള്ള ജയ്പൂർ കണ്ടില്ലേ, പിങ്ക് സിറ്റിയാണ്. അവിടുത്തെ കെട്ടിടങ്ങളടക്കം പിങ്ക് കളറിലാണെങ്കിൽ ഇവിടെ ഫുൾ ഗോൾഡൻ കളറിലാണ്. മറ്റൊരു നിറവും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കില്ല. ഞാൻ ഇപ്പോൾ ഉള്ളത് കനോയ് എന്ന് പറയുന്ന ജയ്സാൽമീറിലെ പ്രദേശത്താണ്. ഇവിടെ ഞങ്ങൾ താമസിക്കുന്നത് ടെൻറ്റിലാണ്. ഞാൻ കാണിച്ചു തരാം. ടെൻറ്റ് ഈ കാണുന്ന ടെൻറ്റിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഇത്തരത്തിൽ നിരവധി റിസോർട്ടുകൾ ഇവിടെയുണ്ട്. അങ്ങനെയാണ് ഇന്ത്യയുടെ പല ഭാഗത്തു നിന്ന് വിദേശികൾ എത്തി ഇവിടെ മറ്റ് താമസിച്ചാണ് ഈ ജീപ്പ് സഫാരിക്കും ക്യാമൽ സഫാരിക്കും ഒക്കെ എത്തുന്നത്. ഒരു ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയാണ് ഇത്. ഇത്തരത്തിൽ നിരവധി ടെൻറ്റുകൾ ഇവിടെയുണ്ട്. സൈത്ത് നേരത്തെ ചോദിച്ചതുപോലെ ഇന്ന് നമ്മൾ എന്തായാലും ഗോൾഡൻ സിറ്റി എക്സ്പ്ലോർ ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് ജയ്സാൽമീർ സിറ്റിയിലേക്ക് നമ്മൾ നേരെ വന്നതിന് ശേഷം 45 കിലോമീറ്റർ അകലെയുള്ള മരുഭൂമിയായ ഇവിടെയാണ് കഴിഞ്ഞ ദിവസം രാത്രി താമസം. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും മനോഹരമായ സൺസെറ്റും സൺറൈസും മരുഭൂമിയിലേതാണ്. ഇനി ഞങ്ങൾ ജയ്സാൽമീർ സിറ്റിയിലേക്ക് ഇന്ന് പോകും. അവിടെ ജയ്സാൽമീർ ഫോർട്ടിനകത്താണ് നമുക്ക് താമസിക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. ഈ ഫോർട്ടിനകത്ത് പലതരത്തിലുള്ള ആസ്വദിക്കുക. അവിടെ ഞങ്ങൾ ഇടപെടുക. ഞങ്ങൾക്ക് രാജസ്ഥാനിലെ കാഴ്ച മാത്രമല്ല, ഇവിടെ ചില വാർത്തകളുമുണ്ട്, മറ്റു വിശേഷങ്ങളുമുണ്ട്. അവിടെ പിങ്ക് സിറ്റിയും ഗോൾഡൻ സിറ്റിയും ഒക്കെ കണ്ട് എൻജോയ് ചെയ്യുക. എന്തായാലും നല്ലൊരു ട്രിപ്പ് ആശംസിക്കുകയാണ് ഗോപികയ്ക്ക്.